ഇന്ത്യൻ ഭരണകൂടം വർഷങ്ങളായി തിരയുന്ന ഭീകരവാദിയായ അബൂബക്കറിനെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു നിർണായക ചുവടുവയ്പ്പല്ലേ ഇത്? തീർച്ചയായിട്ടും ഒരു വലിയ വഴിത്തിരിവാണ് ഈ അബൂബക്കർ സിദ്ദീഖിയുടെ അറസ്റ്റ്. കാരണം 1995 മുതൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബോംബ് സ്ഫോടനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. തമിഴ്നാടിൻ്റെ ATS 1995 ആകുമ്പോൾ 30 വർഷമായല്ലേ? അതെ, 30 വർഷമായിട്ട് ഇയാൾ ഒളിവിലാണ്. മാത്രമല്ല 26 വർഷമായിട്ട് പോലീസ് ഇയാളെ എന്താ പറയുക, അതീവ ജാഗ്രതയോടെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ തലയ്ക്ക് 5 ലക്ഷം രൂപ പോലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി ഇയാൾക്ക് വേണ്ടി പല ആവർത്തി വലവിരിച്ച് പോലീസ് ഇയാളെ കൊടുക്കാൻ നോക്കിയതാണ്. അവിടെയൊക്കെ ഇയാൾ തന്ത്രപരമായിട്ട് രക്ഷപ്പെട്ടു. ഏറ്റവും അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാൾ മലയാളിയാണ്, കാസർഗോഡ് സ്വദേശിയാണ്. ഇപ്പോൾ ഇയാളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റു ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, 1995 ചെന്നൈയിലെ ചിന്താദ്രിപേട്ട അവിടുത്തെ ഹിന്ദു മുന്നണിയുടെ ഓഫീസ് ബോംബ് വെച്ച് തകർത്തു. അതേ വർഷം തന്നെ നാഗപട്ടണത്തിലെ നാഗൂരിൽ പാഴ്സൽ ബോംബ് സ്ഫോടനം, അതിലൊരാൾ മരിച്ചു. ഈ പാഴ്സൽ ബോംബ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പരീക്ഷിക്കുന്നത് ഇയാളാണ്, ഈ അബൂബക്കർ സിദ്ദീഖാണ്. അതുപോലെ തന്നെ 1999 ചെന്നൈ, തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ സ്ഫോടനങ്ങൾ, ഇങ്ങനെ 7 സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നു. നമുക്കറിയാം, LK അദ്വാനിയെ വധിക്കാൻ ലക്ഷ്യമിട്ട് നടന്ന സ്ഫോടനമാണത്. അതിലാണ് മലയാളിയായ PDPയുടെ ചെയർമാൻ, പഴയ ISSൻ്റെ സ്ഥാപകൻ അബ്ദുൽ നാസർ മദനി അറസ്റ്റിലായി വിചാരണ നേരിട്ട അവസാനം തെളിവുകളുടെ അഭാവത്തിൽ മദനിയെ വെറുതെ വിടുന്നത്. അതേ മദനിയാണ് ഇപ്പോൾ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് വിചാരണ നടക്കുന്നതും അതേ മദനിയുടെ പേരിലാണ്. ഇതുപോലെ ഈ ചെന്നൈയിലെ എഗ്മോറിലെ പോലീസ് കമ്മീഷണർ ഓഫീസ് ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ചു. അതുപോലെ 2011 വീണ്ടും LK അദ്വാനിക്ക് നേരെ ഒരു വധശ്രമം നടന്നു. പൈപ്പ് ബോംബാണ് സ്ഥാപിച്ചത്, പക്ഷെ അത് സമയത്തിന് കണ്ടെത്തിയതുകൊണ്ട് സ്ഫോടനം നടന്നില്ല. 2012 വെല്ലൂരിൽ ഒരു ഡോക്ടർ അരവിന്ദ് റെഡ്ഡി എന്ന് പറഞ്ഞ ഒരാൾ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അതും നടത്തിയത് ഈ അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലാണ്. അതുപോലെ 2013 ബംഗളൂരുവിലെ മല്ലേശ്വരത്ത് BJP ഓഫീസ് സ്ഫോടനത്തിൽ തകർത്തു. ഇയാളുടെ ഒരു കൂട്ടാളി മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കൂട്ടാളിയുടെ ഇയാൾക്കൊപ്പം പിടിയിലായിട്ടുണ്ട്. ഇയാൾക്ക് ഈ തമിഴ്നാട്ടിലെ ഒരു ഭീകര സംഘടനയാണ് അൽ ഉമ്മയുടെ പ്രവർത്തകരുമായിട്ട്, ഭീകരന്മാരുമായിട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇനി ഈ പറഞ്ഞതുപോലെ 99 ഈ സ്ഫോടനം, കോയമ്പത്തൂർ സ്ഫോടനത്തിൽ തെളിവുകളുടെ അഭാവത്തിലാണ് അബ്ദുൽ നാസർ മദനിയെ വെറുതെ വിട്ടത്. ഇനിയിപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് ആ കേസിലേക്ക് കൂടുതൽ വെളിച്ചം വീശും, കൂടുതൽ തെളിവുകൾ ലഭിക്കും. അപ്പോൾ മദനി വീണ്ടും അതിനകത്ത് ഒരു പുനരന്വേഷണം ഉണ്ടാവുകയോ മദനിക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയോ ചെയ്യും എന്ന് പൊതുവെ ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് മുന്നോട്ട് പോവുകയാണ്. തമിഴ്നാട്, കർണാടകയിലും തമിഴ്നാടായാലും സ്നേഹത്തിൻ്റെ കടയിൽ നിർമ്മിച്ചിരിക്കുന്ന സർക്കാരാണ്. അതെ, ഈ സ്നേഹത്തിൻ്റെ കടയിൽ നിന്നാണ് മദനിയെ ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത്. അതെ, അങ്ങനെ ഒരു തുടരന്വേഷണം പ്രതീക്ഷിക്കാമോ? തുടരന്വേഷണം പ്രതീക്ഷിക്കാം. കാരണം NIA എന്ന് പറഞ്ഞൊരു അന്വേഷണ ഏജൻസി നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ തമിഴ്നാട് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിന് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇയാളെ NIA ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ കൈമാറിയേ പറ്റൂ. കാരണം ഈ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഈ 95-ലും 99-ലും ഒക്കെ NIA ഇവിടെ ഇല്ല. NIA വരുന്നത് 2008 ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NIAക്ക് ഈ കേസുകൾ, പഴയ കേസുകളൊക്കെ കണക്ട് ചെയ്ത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. പ്രത്യേകിച്ച് അതിന് ആരുടെയും അനുമതി ആവശ്യമില്ല. നിയമം അതാണ്. NIAക്ക് അതിനുള്ള അനുവാദം നൽകുന്ന വിധത്തിലാണ് നിയമം നിർമ്മിച്ചിരിക്കുന്നത്. NIAയുമായി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ NIAക്ക് ഈ കേസുകൾ അന്വേഷിക്കാൻ വലിയ പ്രയാസമില്ല. ഇയാളുടെ കൂടെ മുഹമ്മദ് അലി, യൂനസ്, മൻസൂർ, മുഹമ്മദ് അലി, യൂനസ്, മൻസൂർ എന്നീ പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇയാൾക്ക് 65 വയസ്സുണ്ട്. ഏതാണ്ട് 30-35 വയസ്സുള്ളപ്പോഴാണ് ഇയാൾ ഒളിവിൽ പോകുന്നത്, ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഒളിവിൽ പോകുന്നത്. അന്ന് തൊട്ട് ഇയാളുടെ പുറകെ പോലീസ് നടക്കുകയാണ്. ഇയാളെ പിടികിട്ടിയിരുന്നില്ല.
വലിയ തോതിൽ പല ആവർത്തി ഇയാളുടെ തൊട്ടടുത്ത് എത്തിയതാണ്. പക്ഷെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇയാൾ സമർത്ഥമായിട്ട് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ ഈ എന്താ പറയണ്ടേ, ഒരു വലിയ വഴിത്തിരിവ്, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ആ സ്ഫോടന പരമ്പര പൂർണ്ണമായി തന്നെ പരിശോധിച്ചാൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു വലിയൊരു ഭീകരപ്രവർത്തനം നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. പളനി ബാബ എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. അയാൾ പിന്നീട് ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അത് RSSകാരാണ് ചെയ്തത് എന്ന് പറഞ്ഞ RSSൻ്റെ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസൊക്കെ എടുത്തിരുന്നു. പക്ഷേ അത് അന്വേഷണത്തിൽ കോടതിയിൽ വന്നപ്പോൾ അവർക്കെതിരെ തെളിവൊന്നുമില്ലായിരുന്നു. എല്ലാവരെയും വെറുതെ വിട്ടു. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരെയൊക്കെ വെറുതെ വിട്ടു. ഈ പളനി ബാബയുമായിട്ടും ഒക്കെ വലിയ ബന്ധമുള്ള ആളാണ്. ഈ പളനി ബാബ അറിയപ്പെടുന്നത് തന്നെ തമിഴ്നാട്ടിലെ അബ്ദുൽ നാസർ മദനി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ അബൂബക്കർ സിദ്ദിഖ് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ചെറിയ മീനല്ല, ഒരു വലിയ തിമിംഗലം തന്നെയാണ്. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഴയ കേസുകളിലേക്കും കേരളത്തിൽ നടന്ന നമുക്കറിയാം, ഈ ചോറ്റുപാത്രത്തിനകത്ത് ബോംബ് വെച്ച് പൊട്ടിച്ച് കൊല്ലം കളക്ടറേറ്റിൽ അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളുണ്ട്. തൃശ്ശൂർ ട്രെയിനിൽ സ്ഫോടനം നടന്നത്, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ, മലപ്പുറത്ത് നടന്നിട്ടുള്ളത്, കോഴിക്കോട് സംഭവിച്ചിട്ടുള്ളത്, ഇതിലൊക്കെ വെളിച്ചം വീശുന്ന ഒരുപാട് വിവരങ്ങൾ ഇയാളിൽ നിന്ന് കിട്ടും. ഇയാൾ കാസർഗോഡ് സ്വദേശിയാണ്. ഇയാൾക്ക് വലിയ തോതിൽ ഈ ദക്ഷിണേന്ത്യയിലെ ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് അബൂബക്കർ സിദ്ദിഖ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ 30 വർഷം ഇയാൾ ഒളിച്ചു താമസിക്കേണ്ട കാര്യമില്ല. ഈ 30 വർഷം ഇയാൾ അണ്ടർഗ്രൗണ്ടിലിരുന്ന് ഈ നെറ്റ്വർക്ക് മുഴുവനും ബിൽഡ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ, ദക്ഷിണേന്ത്യയെ വിഘടിച്ച് പ്രത്യേക ഒരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള കടുത്ത പരിശ്രമം നടത്തിയിരുന്ന ഒരാളാണ് ഈ അബൂബക്കർ സിദ്ദിഖ്. എന്തായാലും അബൂബക്കർ സിദ്ദിഖിൻ്റെ അറസ്റ്റ് നിർണായക നേട്ടമാണെന്ന് തമിഴ്നാട് ATSൻ്റെ തലവൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ സൂചനകൾ അനുസരിച്ച് NIA ഉദ്യോഗസ്ഥർ താമസിയാതെ തന്നെ തമിഴ്നാട്ടിലെത്തി ഇയാളെ ചോദ്യം ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ NIAക്ക് ലഭിക്കും. പല കേസുകളിലും ഇപ്പോൾ തെളിവില്ലാതെ കിടക്കുന്ന പല സ്ഫോടന കേസുകളും വളരെ കൃത്യമായിട്ട് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭിക്കും എന്നൊക്കെയാണ് പൊതുവെ ഇപ്പോൾ ഉയരുന്ന ഒരു ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന അറിവ്. അതൊക്കെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പറഞ്ഞതുപോലെ ഈ അബൂബക്കർ സിദ്ദിഖിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഭാവിയിൽ ആരുടെയൊക്കെ ജീവിതം ഇരുട്ടറകളിലേക്ക് തള്ളിവിടും, ഇരുമ്പഴികൾക്കുള്ളിലാക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. ഒരു വലിയ ശൃംഖല, ഈ ഇസ്ലാമിക ഭീകരതയുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ട്. ആ ശൃംഖല തകർക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ഇവർക്ക് കിട്ടും, NIAക്കടക്കമുള്ള ഏജൻസികൾക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉള്ളത്.